അടുക്കളയിൽ എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. മാമാ ഇന്നെന്താ ഉണ്ടാക്കണേ? നമ്മളിന്ന് ഗ്രീൻ പീസ് മസാല ഉണ്ടാക്കാശല്ലേ. ഓക്കെ, ഇപ്പം എന്താ ചെയ്യണത്? നമ്മൾ ഗ്രീൻ പീസ് മസാലയ്ക്ക് ഉള്ളി ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി പാറു ചെയ്തതാണ്. നമ്മൾ ഉള്ളി ഇതുപോലെ അരിഞ്ഞ് വെച്ച്, ഇത് എത്ര ഉള്ളി ഉണ്ട് ചോദിച്ചാൽ ഒരു 2 ഉണ്ടാവും അല്ലേ? ഓക്കെ, 2 ഉണ്ടാവില്ലേ? 2 ഉള്ളിയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഇത്രയും കോഴിമുട്ട ഉണ്ട്. ഇത്രയും കോഴിമുട്ട ഒന്നും ഉപയോഗിക്കില്ല. ഇനി വേറെ എന്താ ചെയ്യുക? നമ്മൾ ഗ്രീൻ പീസ് ഇതാ ഇന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രുചിയുണ്ട്. അപ്പോൾ ഇത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്യേണ്ട നമ്മളെന്താ, വെളിച്ചെണ്ണ ഇടാം. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ അതെങ്ങനെ ഒഴിക്കണം? ഫുൾ വെളിച്ചെണ്ണ ടക്കടക്കേറിന് ഒഴിക്കാം. എത്ര അളവുണ്ടെന്നൊന്നും വലിയ ഐഡിയ ഇല്ല. ഏറ്റവും വലിയ കോമഡി എന്താ പറയുക, എന്താ? അടുപ്പ് കത്തിച്ചിട്ടില്ല. അത് കത്തിക്കണം. അപ്പം നമ്മൾ അടുപ്പ് കത്തിക്കാൻ പോവാണ്. അപ്പം അടുപ്പ് കത്തുന്നില്ല. യെസ്, കത്തി. ഇപ്പോൾ അത്യാവശ്യം ചൂടാവട്ടെ അല്ലേ. ഇതിനെ പറ്റിയൊരു കഥ ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഈ സാധനം കഴിക്കുന്നത് 6ാം ക്ലാസ് പഠിക്കുമ്പോൾ, അത് പൊറ്റമ്മലിന്. അപ്പോഴാണ് ഗ്രീൻ പീസ് മസാല എന്ന സംഭവം ഉള്ളത് മനസ്സിലാകുന്നത്. അന്ന് ഇതിന് വലിയ പൈസയൊന്നുമില്ല. ഇപ്പം 40-50 രൂപയായിട്ടുണ്ട്. അപ്പം അത് നമ്മൾ വീട്ടിലുണ്ടാക്കണം. അപ്പോൾ ഇന്നത്തെ നൈറ്റ് ഫുഡ് ഇതാണ്. ഓരോ ദിവസം ഓരോ ഐറ്റംസാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ഉണ്ടാക്കി നോക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണതാണ്, പക്ഷേ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഞാൻ ഉണ്ടാക്കാറില്ല. എല്ലാവർക്കും കഴിക്കാം. എല്ലാവരും കഴിക്കാം. അതിന് വേറെ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ നോർമലി ദിവസം പട്ടാണിക്കറി രാവിലെ വെക്കുമ്പോൾ അതിന് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കും, പുഴുങ്ങിയത് വേവിച്ച് വെച്ചത്. അത് നേരെ ഈ സമയത്ത് കുറച്ച് കോഴിമുട്ടയും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത് ഈ പരിപാടിയാക്കി മാറ്റാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഈ സാധനം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. കോഴിമുട്ട പൊട്ടിക്കാൻ പോവാണ്. അപ്പോൾ എത്ര എണ്ണമെന്നുള്ള ഐഡിയ ഒന്നുമില്ല, നമുക്കായിട്ട് പൊട്ടിച്ചിടാം. ഏകദേശം അളവ് വെച്ചിട്ട് നമുക്ക് കോഴിമുട്ട സെറ്റ് ചെയ്യാം. 1 2 8 അല്ലേ? 8 എണ്ണമായി. ഇതും കൂട്ടോ. ഇനി നമുക്കത് അടിക്കാം. അതെ, ഇങ്ങനെ അടിക്കുക. ഭരണിന്നാണ് ഉപ്പ്. ഇത്രയൊന്നും പോരാ, സംഗതി കൂടിപ്പോവും. ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇതിലിടാം. ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഇടാണ്. ഗ്രീൻ പീസിൽ ഉപ്പുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് വലിയ ഇഷ്യൂ ഇല്ല. കുറച്ചെടുത്തിട്ടുള്ളേ. കോഴിമുട്ട നേരെ പോണു, അടിക്കാനായിട്ടിരുന്നു. ലാസ്റ്റ് നമുക്ക് ഉള്ളി ഇടാം, അല്ലെങ്കിൽ ഉള്ളി വെന്തു പോകും. കോഴിമുട്ട വെച്ചു. എത്ര കോഴിമുട്ട ഉണ്ടായിരുന്നു? 8 കോഴിമുട്ട ഉണ്ട് ഇതിൽ. ഗ്രീൻ പീസും ഇട്ട് ഒക്കെ. ഗ്രീൻ പീസ് കൂടെ ഇട്ടിട്ടുണ്ട്. ഉള്ളി ഇട്ട്. ഇതെന്താ അറിയോ, ലാസ്റ്റ് ഉള്ളി ഇടുന്നേ, ഉള്ളി കടിക്കണം, അല്ലേ രസം ഉണ്ടാവില്ല. ഉള്ളി വാടിക്കഴിഞ്ഞാൽ എൻ്റെ ടേസ്റ്റ് പോകും. ഉപ്പാണ് എൻ്റെ പേടി, ഉപ്പിൻ്റെ കാര്യമാണ് പ്രശ്നം. ഇപ്പൊ കുറച്ചേ കുരുമുളക് പൊടി വിതറിയിടാം എല്ലായിടത്തും. ലാസ്റ്റ് നമ്മൾ എല്ലാ പ്ലേറ്റിലും ഇടണം, ഓരോരുത്തർ സിംഗിളായി ഇടുമ്പോൾ ഇത് ഇടണം. പക്ഷെ എന്നാലും ഈ ഒരു സമയത്ത് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് കുരുമുളക് ഇടാം. കുറച്ചുകൂടെ കുരുമുളക് ഇടും. കുറച്ചുകൂടെ നമ്മൾ കുരുമുളക് ഇടാം, അപ്പോൾ കുറച്ചുകൂടെ ഫ്ലേവർ കിട്ടും. ഓക്കെ, ഗ്രീൻ പീസ് മസാല റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഉലർന്നുണ്ട്. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, എന്താ പറയുക, ആക്ച്വലി ഇത് സംഗതി എന്താ പറയുക, പട്ടാണി ഭയങ്കര ഗ്രേവി ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിപ്പോൾ നല്ല ഗ്രേവിയൊക്കെ മാറി പക്കാ പട്ടാണി സ്റ്റൈൽ ഡ്രൈ ആയിട്ടുണ്ട്. അതൊരു വലിയൊരു കിട്ടലാണ്. പിന്നെ ഉപ്പ് അത്യാവശ്യം ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പൊക്കെ പക്കയാണ്. അപ്പോൾ നമുക്കിത് എല്ലാവർക്കും കൊടുക്കാം. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, മഴക്കാലത്ത് ചൂടോടുകൂടി തിന്നാൻ പറ്റുന്ന അടുത്ത ഐറ്റം നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് സക്സസ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ബൈ. സാധനം നല്ലതാ. അടിപൊളി. ഞാൻ തന്നെ ഉണ്ടാക്കി എന്നോട് അഭിപ്രായം ചോദിക്കാം. അടിപൊളിയായിരുന്നു, വിചാരിച്ചങ്ങാട്ട് അടിപൊളിയായിരുന്നു. സൂപ്പറാ. ഒരു പണി എടുക്കാണ്ട് നിന്നാളതാ, ഒരു പണി എടുത്തില്ല. ഉണ്ട്. ഉള്ളി അരിഞ്ഞിട്ടുണ്ട്. ഉള്ളി അരിഞ്ഞത് മാത്രമാണ് പറ, അത് ചെറിയ പണി. ഉള്ളി അരിഞ്ഞിട്ടുണ്ട്. ആവശ്യത്തിൽ ക്യാമറാമാനായിട്ട് ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രിത്തെ ഫുഡ് ഇത് മാത്രമാണ്. അപ്പോൾ അടിപൊളി.